ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ജഗന്നാഥ രഥയാത്ര ആശംസകൾ. നാളെയാണ് ജഗന്നാഥപുരി രഥയാത്ര നടക്കുന്നത്. അപ്പൊ എല്ലാവർക്കും ജഗന്നാഥന്റെ കൃപാകടാക്ഷം ഉണ്ടാകാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ആ രഥത്തെ ഹൃദയത്തിലേക്ക് വലിക്കുക. ഭഗവാന്റെ ആ പ്രേമത്തെ ഉൾക്കൊള്ളുക. കൃഷ്ണ കേൾക്കാമോ? എന്നോട് എല്ലാവരും ക്ഷമിക്കണേ, എൻ്റെ ശബ്ദം അടച്ചിരിക്കുകയാണ്. വെള്ളിയാഴ്ച തൊട്ട് രാമായണ മാസം തുടങ്ങല്ലേ, അപ്പം അതിനുവേണ്ടി ഇപ്പോഴേ മുൻകരുതൽ തന്നു എന്ന് തോന്നുന്നു. എൻ്റെ ശബ്ദം പോയി എന്നൊരു ഉച്ചയാകാറായപ്പോൾ. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടിരിക്കുക. പറയുന്നത് നിങ്ങൾ തന്നെ എല്ലാം ഒന്ന് വായിക്കണം. പദാനുപത തർജ്ജമയെല്ലാം ഞാൻ അതിൻ്റെ അർത്ഥം മാത്രമേ പറയുള്ളൂ. കാര്യം എനിക്ക് കൂടുതൽ സ്ട്രെയിൻ എടുക്കാൻ പറ്റത്തില്ല, നാളെ ഓഫീസിൽ പോകേണ്ടതാണ്. അതുകൊണ്ട് ഇവിടെ എല്ലാവരും സഹകരിക്കുക. നമുക്ക് ഇതിലേക്ക് പോകാം. ശ്ലോകത്തിലേക്ക് പോകാം. നടക്കേണ്ട ശ്ലോകം 14 4 14 പ്രഭു 14. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 മാതാജി. ഹരേ ഹരേ കൃഷ്ണ. 14 ശ്ലോകം ഒന്ന് വായിച്ചിട്ട് അതിന്റെ പദാനുപത തർജ്ജമ കൂടെ ഒന്ന് വായിച്ചിട്ട് നിർത്താം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ കൃഷ്ണ. ശൈല ഹരേ മാതാജി, ഹരേ രാമ. സ്വാഗതം പ്രഭു. ഹരേ കൃഷ്ണ, സ്വാഗതം. കഴിഞ്ഞ ഹരേ ദിവസം കൃഷ്ണ ഹരേ പിറന്നാളൊക്കെ ആഘോഷിച്ചു. പിറന്നാൾ ആശംസ. പ്രഭു കേട്ടോ പ്രഭു കേട്ടോ 14 ശ്ലോകം പ്രഭു കേൾക്കാമോ? കേൾക്കുന്നുണ്ടോ? ഉണ്ട്. 14 ശ്ലോകം നമ്പർ 14. തതോ അന്യഥാ കിഞ്ചന യദ്വിഷ വിവക്ഷത യദ്വിഷക്ഷത പ്രത്യക് ദൃശ്യസ്ത കൃതരൂപനാമാഭി ന കർഹിചിൽ ക്വാപി ന ദുസ്ഥിതമതിർ ലഭതേ ബാധാഹത നൗരിവാസ്പദം. തതോ അന്യഥാ കിഞ്ചന യദ്വിഷത പൃഥിക് ദൃശസ്ത കൃതരൂപനാമാഭി ന കർഹിചിൽ ക്വാപി ച ദുസ്ഥിതമതിർ ലഭതേ ബാധാഹത നൗരിവാസ്പദം. തതോ അന്യഥാ കിഞ്ചന യദ്വിഭക്ഷത പൃഥക് ദശസ്ത കൃതരൂപനാമഭി ന കർഹിചിൽ ക്വാപി ച ദുസ്ഥിതമതിർ ലഭതേ ബാധാഹത നൗരിവാസ്പദം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മല്ലിക മാതാജി, ശ്ലോകം ഒന്ന് വായിക്കും. അതെ അതെ അതെ. ഓം നമോ ഭഗവതി വാസുദേവായ. ശ്രീമദ്ഭാഗവതം അധ്യായം 5 ശ്ലോകം 14. തതോന്യഥാ കിഞ്ചന യദ്വിവക്ഷത പൃഥക്തൃതരൂപനാമഭി ന കർഹിചിത് ക്വാപി ച ദുസ്ഥിതമതിർലഭേദവദാഹതനൗരിവാസ്പദം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശോഭന മാതാജി. പ്രഭു വയ്യെങ്കിൽ എടുക്കണ്ട പ്രഭു, അടുത്ത ക്ലാസ്സിലാട്ടെ. എത്ര വയ്യെങ്കിൽ എങ്ങനെ എടുക്കുന്നത്? ശോഭന മാതാജിയിലുണ്ടോ ശ്ലോകം ഉണ്ടോ? ഹരേ കൃഷ്ണ. ഞാൻ എഴുതിയിട്ടുണ്ട്. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 14. തതോ അന്യത കിഞ്ചന യദിത്വശ്യത പ്രത്യുദസ്തത കൃതരൂപാനുഭി ന കർഹിചിൽ
തപ്പി ചാതുഷ്ഠിത മതിർ ലഭ്യദേവാദ ഹദനന്യരീവാസ വാസ്പദ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. അതിന്റെ പദാനുപത തർജ്ജമ മല്ലിക മാതാജി. മല്ലിക മാതാജി പദാനുപത തർജ്ജമ. ആ വായിക്കാം. തഥാ അർത്ഥം തഥാ ഭിന്നം അന്യഥാ പ്രത്യേകം കിഞ്ചന എന്തോ വസ്തു യത് എന്തൊക്കെ തന്നെയായാലും വിവക്ഷത വിവരിക്കാൻ ആഗ്രഹിക്കുന്ന പൃഥക് വേർപെടുത്തിയ ദൃശ വീക്ഷണം തത്കൃത ആ പ്രതിപ്രവർത്തനത്തെ സംബന്ധിച്ച രൂപം നാമഭി നാമങ്ങളാൽ നകർത്തിട്ട് ഒരിക്കലും ക്വാപി യാതൊരു ദുസ്ഥിതാമതി ചഞ്ചല മനസ്സ് ലഭേദ നേട്ടങ്ങൾ വാദ ആപദ അനിലനാൽ പ്രക്ഷുബ്ധമാക്കപ്പെടുന്നു. നൗ വഞ്ചി ഇവ പോലെ ആസ്പദം സ്ഥലം. വിവർത്തനം വായിക്കണോ? വിവർത്തനം ഭാവാർത്ഥം ശീലപ്രഭാജി. വിവർത്തനം ഭഗവത് ഭീഷണത്തിൽ നിന്ന് വേർപെട്ടതായി താങ്കൾ വിശദീകരിക്കുവാൻ ആഗ്രഹിക്കുന്നവ എന്തു തന്നെയായാലും അവ നാനാ നാമരൂപഭാവ പരിണാമങ്ങളോട് കൂടി മനസ്സിനെ പ്രക്ഷുബ്ധമാക്കാൻ ഉതകും വിധം പ്രവർത്തിക്കും. വിശ്രമസ്ഥാനം ലഭിക്കാത്ത ഒരു വഞ്ചിയെ കാറ്റ് വന്ന് ലയിക്കും പോലെയാണത്. കാറ്റ് വന്ന് ഉലയ്ക്കും പോലെയാണത്. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം കൃഷ്ണകുമാരി മാതാജി. ഭാവാർത്ഥം കൃഷ്ണകുമാരി മാതാജി. ഭാവാർത്ഥം. ഹരേ കൃഷ്ണ. വേദസാഹിത്യങ്ങളുടെ സർവ്വവിവരണങ്ങളുടെ പ്രസാധകൻ ശ്രീ വ്യാസദേവനാകുന്നു. അപ്രകാരം സുഖോപദായക കർമ്മങ്ങൾ, ദാർശനിക ജ്ഞാനം, മായാശക്തി, ഭക്തിയുത സേവനം എന്നിങ്ങനെ വിവിധ രൂപങ്ങളിൽ അദ്ദേഹം അതീന്ദ്രിയ സാക്ഷാത്കാരത്തെ വിശദീകരിച്ചു. അവയെ കൂടാതെ അദ്ദേഹത്തിന്റെ നിരവധി പുരാണങ്ങളിൽ അനവധി ദേവന്മാരെ വ്യത്യസ്ത രൂപനാമങ്ങളിൽ ആരാധിക്കാൻ അദ്ദേഹം ഉപദേശിക്കുന്നു. തൽഫലമായി ഭഗവത് സേവനത്തിൽ എപ്രകാരം മനസ്സിനെ ഏകാഗ്രമാക്കണമെന്നറിയാതെ സാമാന്യ ജനങ്ങൾ കുഴങ്ങുന്നു. ആത്മസാക്ഷാത്കാരത്തിന്റെ യഥാർത്ഥ മാർഗമെന്തെന്നറിയാതെ അവർ സദാ വിഷമിക്കുന്നു. വ്യാസദേവനാൽ രചിക്കപ്പെട്ട വേദ സാഹിത്യങ്ങളിലെ ഈ ശ്രദ്ധാർഹമായ ന്യൂനതയെ ശ്രീ നാരദൻ ഉറപ്പ് പറയുകയും അപ്രകാരം അദ്ദേഹം സർവ്വത്തിനെയും ഭഗവാനുമായി മാത്രം ബന്ധപ്പെടുത്തി വിശദീകരിക്കുന്നതിന് ദൃഢമായി പരിശ്രമിക്കുകയും ചെയ്യുന്നു. പരമാർത്ഥത്തിൽ ഭഗവാൻ ഒഴികെ മറ്റൊന്നും അസ്തിത്വമുള്ളതായിട്ടില്ല. ഭഗവാൻ വ്യത്യസ്ത വിസ്തരണങ്ങളായി പ്രത്യക്ഷനാകുന്നു. സമ്പൂർണ്ണ വൃക്ഷത്തിന്റെയും മൂലപേര് ഭഗവാനാകുന്നു. സമ്പൂർണ്ണ ശരീരത്തിന്റെയും ആമാശയം ഭഗവാനാകുന്നു. വൃക്ഷത്തിന് ജലം പ്രദാനം ചെയ്യുന്നതിനുള്ള ശരിയായ മാർഗം താഴ്വേരിൽ ജലം പകരുകയാണ്. എത്രത്തോളം ഭക്ഷണം ആമാശയത്തിൽ നൽകുന്നു അത്രത്തോളം ഊർജം ആമാശയ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങൾക്കും നൽകുന്നു. ആകയാൽ ഭാഗവത പുരാണം ഒഴികെ മറ്റൊരു പുരാണവും ശ്രീ വ്യാസദേവൻ സംഗ്രഹിച്ചില്ല. എന്തെന്നാൽ അതിനുള്ള ലവലേശമായ വ്യതിചലനം പോലും ആത്മസാക്ഷാത്കാരത്തിന് നാശം ഉണ്ടാക്കുന്നു. അല്പമായ വ്യതിയാനം പോലും അത്തരം നാശം വരുത്തുന്നുവെങ്കിൽ പിന്നെ നിരപേക്ഷ സത്യമായ പരമദിവോത്ത പുരുഷനിൽ നിന്നും അന്യമായ ആശയങ്ങളെ ദക്ഷമായി വിസ്തരിച്ചതിനെ കുറിച്ച് എന്താണ് അഭിപ്രായപ്പെടുക? അതീന്ദ്രിയ പ്രേമത്താൽ പരമദിവോത്ത പുരുഷനുമായുള്ള ശാശ്വത ബന്ധത്തിൽ ആത്മസാക്ഷാത്കാരത്തിന് കൃത്യമായ മാർഗനിർദ്ദേശം നൽകാൻ കഴിവുള്ള ശ്രീമദ് ഭാഗവത തത്വങ്ങളുടെ പുരോഗതിക്ക് ഹാനികരമായ നിരവധി മതവിഭാഗങ്ങളുടെ ദാരുണ പരിണാമമായ സർവേശ്വരവാദം സൃഷ്ടിക്കുന്നതാണ് ദേവാരാധനയുടെ ആത്യന്തികമായ ന്യൂനത. ഈ സന്ദർഭത്തെ വീശിയടിക്കുന്ന കാറ്റാൽ വിഷമിക്കപ്പെടുന്ന വഞ്ചിയുടെ ദൃഷ്ടാന്തം യഥോചിതമാകുന്നു. വിഷയ തെരഞ്ഞെടുപ്പിന്റെ കുഴിഞ്ഞ അവസ്ഥ ഹേതുവാകയാൽ സർവേശ്വരവാദിയുടെ വ്യതിചലിച്ച മനസ്സിന് ഒരിക്കലും ആത്മസാക്ഷാത്കാരത്തിന്റെ പരിപൂർണതയിൽ എത്തിച്ചേരാൻ സാധ്യമല്ല. ഹരേ കൃഷ്ണ. അപ്പം കേൾക്കാമോ? എല്ലാവർക്കും ശ്രദ്ധിച്ച് കേട്ടിരിക്കണം കേട്ടോ. ബാക്ക്ഗ്രൗണ്ടിൽ എല്ലാവരുടെയും ഭയങ്കര ശബ്ദമാണ്. അപ്പൊ നിങ്ങള് എന്തെങ്കിലും ചെവിയിലൊക്കെ ഇതൊക്കെ വെച്ചിട്ടിരിക്കുക. തൽക്കാലം എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു. എന്റെ ശബ്ദം കുറവായ ശ്രദ്ധിച്ച് കേട്ടിരിക്കുക. അപ്പം ഈ നമ്മളിവിടെ കണ്ടത് നാരദമുനി ആഗതനാകുന്നതും വ്യാസദേവൻ
ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. നാരദമുനി ഉത്തരം പറഞ്ഞു തുടങ്ങുന്നതായിട്ടാണ് കണ്ടത്. അപ്പം അതിന്റെ സമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഭഗവാനെ പ്രകീർത്തിക്കാത്തത് കൊണ്ടാണ് ഈ സന്തോഷം എന്ന് പറയുന്നത് വരാത്തത്. അപ്പൊ നമ്മൾ 3 സാക്ഷാത്കാരത്തെ പറ്റി കണ്ടിട്ടുണ്ട്. എന്തൊക്കെയാണ് ആ 3 സാക്ഷാത്കാരം? ബ്രഹ്മം, പരമാത്മാവ്, ഭഗവാൻ. ബ്രഹ്മം, പരമാത്മാവ്, ഭഗവാൻ. അപ്പൊ ഈ ബ്രഹ്മ സാക്ഷാത്കാരം എന്ന് പറഞ്ഞാൽ നമ്മൾ ആത്മാവിനെ കണ്ടെത്തുക എന്നുള്ള ആ സാക്ഷാത്കാരം, ആത്മാവെത്തി. പക്ഷെ അങ്ങോട്ടേക്ക് മുന്നോട്ട് പോകുമ്പം ആത്മാവിന്റെ കൂടെയുള്ള സുഹൃത്തും അഭ്യുതകാംക്ഷിക്കുള്ള ആളെ കണ്ടെത്തി കഴിയുമ്പോൾ അത് പരമാത്മാ സാക്ഷാത്കാരമായി. അതിനുശേഷമാണ് ഭഗവാൻ പറഞ്ഞ ലെവലിലേക്ക് എത്തുന്നത്. പക്ഷെ ഈ ഈ വ്യാസദേവൻ രചിച്ച പല ഗ്രന്ഥങ്ങളും എന്താണ്, ഏത് ലെവലിലുള്ളതാണ്? ഈ ബ്രഹ്മ അല്ലെങ്കിൽ മാക്സിമം പരമാത്മാ സാക്ഷാത്കാരത്തിന്റെ ലെവലിൽ വരെയുള്ള ഗ്രന്ഥങ്ങളാണ് വ്യാസദേവൻ ഇതുവരെ രചിച്ചത്. അപ്പോൾ ഈ സർവ ആസ്വാദകൻ ആരാണ്? ഭോക്താരാം യജ്ഞതപസാം സർവലോക മഹേശ്വരം. അല്ലേ? മറ്റുള്ള ദേവീദേവന്മാരെ സ്വീകരിക്കുവോ? കാര്യം നമ്മൾ എവിടെ കൊണ്ടേ വെള്ളം ഒഴിക്കുന്നത്? മൂട്ടിലൊഴിക്കണം. നമ്മൾ ഒഴിക്കുന്ന ഓരോ ഇലകളിലുമാണ് ഒഴിച്ചു കൊടുക്കുന്നത്, അല്ലേ? ഇലകളിൽ ആ ഇലയ്ക്ക് മാത്രം കിട്ടും, ബാക്കിയുള്ള ഒരു ഭാഗത്തും കിട്ടുന്നില്ല വെള്ളം. ആ ഉദാഹരണമാണ് ഇവിടെ ശ്രീല പ്രഭുപാദർ പറയുന്നത്. നമ്മൾ ഒഴിക്കുന്ന വെള്ളം മുഴുവനും ഇലകൾക്ക് മാത്രം കിട്ടുന്നു. അതായത് നമ്മൾ 30 കോടി ദേവന്മാരെ സന്തോഷിപ്പിക്കാൻ നോക്കിയിട്ട് ആർക്കെങ്കിലും സന്തോഷമാകുന്നുണ്ടോ? ഇല്ല. ഒരാൾക്ക് ദേഷ്യം, ഒരാൾക്ക് വൈരാഗ്യം. അവിടെ ഒരു വഴിപാട് കഴിച്ചു, ഇവിടത്ത് ശത്രു സംഹാര പൂജ കഴിച്ചു. അവര് അത് കഴിച്ചില്ലെങ്കിൽ അവര് തിരിച്ചു കോപിക്കും, നമ്മളുടെ കുടുംബം സമൂലം നശിപ്പിക്കും, അല്ലേ? ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദേവി ദേവന്മാരെ അന്ന് വെച്ചിട്ട് നമ്മൾ നമ്മുടെ പരദേവതകളെ അവരെ ഇവരെ ഒന്ന് ഉപേക്ഷിക്കണം എന്നല്ല പറയുന്നത്. പരദേവതയോട് പറയേണ്ടത് കൃഷ്ണ, നമ്മളുടെ പരദേവത അല്ല ധർമ്മദേവത ക്ഷേത്രത്തിൽ പോയിട്ട് അവരോട് പറയേണ്ടത് എന്താണ്? നമുക്ക് കൃഷ്ണഭക്തി തരണം, അതിലുള്ള തടസ്സങ്ങളെല്ലാം മാറ്റി തരണം പറയുകയാണ് വേണ്ടത്. കാര്യം അവരും ഈ ഭഗവാനെ എടുക്കുന്ന എരുന്ന് വാങ്ങിയിട്ടാണ് നമുക്ക് എന്തെങ്കിലും തരുന്നത്. അല്ലാതെ അവരുടെ കയ്യിൽ നിന്ന് അവർക്ക് എടുത്തു കൊടുക്കാനായിട്ട് ഒന്നുമില്ല. നമ്മളെപ്പോലെ തന്നെ നമ്മളെക്കാൾ ഉയർന്ന പടിയിലുള്ള ജീവാത്മാക്കൾ തന്നെയാണ് അവരെല്ലാവരും. ഈ ഇന്ദ്രനും ചന്ദ്രനും ആദിത്യന്മാരെല്ലാം തന്നെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും, നമ്മൾ ചെയ്യുന്ന അർപ്പണവും, നമ്മൾ ചെയ്യുന്ന എന്ത് കാര്യമാണെങ്കിലും അത് ഭഗവാനെ ആനന്ദിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കണം. സർവ പരമാനന്ദ സ്വരൂപനായ സാക്ഷാൽ സച്ചിദാനന്ദ സ്വരൂപനായിട്ടുള്ള ഈ ഗുരുവായൂരപ്പനെ, ജഗന്നാഥനെ സന്തോഷിപ്പിക്കാനായിരിക്കണം നമ്മളുടെ ഓരോ പ്രവൃത്തിയും. അല്ലാതെ നമ്മളുടെ സന്തോഷത്തിന് വേണ്ടി ചെയ്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വ്യാസദേവന് സംഭവിച്ച പോലെ തന്നെയാകും. അതായത് നമുക്കൊരു ആനന്ദം ഇല്ല. ഇപ്പൊ നമ്മളൊരു കോമഡി കണ്ട് ചിരിച്ചു, കുറച്ച് കഴിയുമ്പോൾ എന്താണ്, ഒരു ട്രാജഡി കണ്ട് കരയേണ്ടി വരും, അല്ലേ? കാര്യം അവിടെ എന്താണ്, ഭഗവാൻ എന്നൊരു എലമെന്റ് വരുന്നുമില്ല, ഭഗവാനെ സന്തോഷിക്കാനായിട്ട് ഒരു കാര്യം നമ്മൾ ചെയ്തുമില്ല. അതുകൊണ്ടാണ് നമ്മളുടെ ഈ പറയുന്ന ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ടെമ്പററി ആണ്. ശാശ്വതമായിട്ടുള്ള ആ ആനന്ദം എന്ന് പറയുന്ന പരമസത്യത്തെ, അല്ലെങ്കിൽ ആ സത്യം പരം ധീമഹി, ആ പരമസത്യത്തെ സന്തോഷിപ്പിക്കുമ്പോൾ മാത്രമാണ് ഉണ്ടാകുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഹരേ കൃഷ്ണ. അത് ഒരുപാട് എടുക്കാനുള്ളതാണ്, പക്ഷെ എനിക്ക് അത്രയും പറയാനുള്ള ഊർജമില്ലാത്തത് കൊണ്ടും ശബ്ദമില്ലാത്തതുകൊണ്ട് നമ്മൾ അടുത്ത ശ്ലോകത്തിലേക്ക് പോകുവാണ്. ഹരേ കൃഷ്ണ. ഇനി അടുത്ത ശ്ലോകത്തിലേക്ക് പോയിക്കോട്ടെ. എല്ലാവർക്കും മനസ്സിലായില്ലല്ലേ എന്താണ് ഈ ശ്ലോകത്തിൽ? അടുത്ത ശ്ലോകത്തിലേക്ക് നമ്മൾ പോവാണ്. ശ്ലോകം 15. അത് മല്ലിക മാതാജി വായിക്കുക 3 തവണ. മൈക്ക് ഓണാക്കിയിട്ട് എല്ലാരും ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. മല്ലിക മാതാജി കേൾക്കുന്നുണ്ടോ? പ്രഭു, ഞാനാ പ്രഭുജി. 15ാമത്തെ ശ്ലോകം 3 തവണ വായിക്കുക. ശരി, വായിക്കാം.
ഓം നമോ ഭഗവതി വാസുദേവായ. ശ്ലോകം 15. ജുഗുപ്സിതം കർമ്മകൃതീനുശാസത സ്വഭാവരിക്തസ്യ മഹാൻ വ്യതിക്രമ യദ്വാ കൃതോ ധർമ്മ ഇതീതരസ്ഥിതോ ന മന്യതേ തസ്യ നിവാരണം ജന. ജുഗുപ്സിതം കർമ്മകൃതീനുശാസത സ്വഭാവരിക്തസ്യ മഹാൻ വ്യതിക്രമ യദ്വാ കൃതോ ധർമ്മ ഇതീതരസ്ഥിതോ ന മന്യതേ തസ്യ നിവാരണം ജന. ജുഗുപ്സിതം കർമ്മകൃതീനുശാസത സ്വഭാവരിക്തസ്യ മഹാൻ വ്യതിക്രമ യദ്വാ കൃതോ ധർമ്മ ഇതീതരസ്ഥിതോ ന മന്യതേ തസ്യ നിവാരണം ജന. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പത്മ മാതാജി, പത്മ മാതാജി. ജുഗുപ്സിതം സ്വഭാവരക്തസ്യ മഹാൻ വ്യതിക്രമ യദ്വാക്യതോ ധർമ്മ ഇതീതരസ്ഥിതോ ന മന്യതേ തസ്യ നിവാരണം ജനാഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അതിന്റെ പദാനുപദ തർജ്ജമ ഞാൻ അബിയ മാതാജി. പദാനുപദ തർജ്ജമ. ജുഗുസ്ഫിതം യഥാർത്ഥമായി പരിത്യജിക്കുക. ധർമ്മകൃതേ മതസംബന്ധമായ വിഷയത്തിന്റെ നിർദ്ദേശം. സ്വഭാവരക്തസ്യ സ്വാഭാവിക പ്രവണത. മഹാനായ വ്യതിക്രമ അനുചിതമായി. വ്യാകൃത ആരുടെ നിർദ്ദേശാനുസരണം. ധർമ്മ അല്ലെങ്കിൽ മതം. ഇത് ഇപ്രകാരമാകുന്നു. ഇതര സാമാന്യ ജനങ്ങൾ ദൃഢീകൃതമാക്കി. ചെയ്യരുത്. മന്യത വിചാരിക്കുക. തസ്യ അതേപ്പറ്റി നിവാരണം വിലക്ക്. ജത അവർ. വിവർത്തനം വായിക്കണമോ? വായിച്ചു. ഹരേ കൃഷ്ണ. കേൾക്കുന്നില്ലേ? വായിക്കും മാതാജി, വായിച്ചോളൂ. കേൾക്കുന്നുണ്ട്. വിവർത്തനം ശ്രീലപ്രഭാത് കീഴൈ. സാമാന്യ ജനങ്ങൾക്ക് ആനന്ദിക്കുവാനുള്ള പ്രവണത പ്രകൃതിയായുള്ളതാണ്. അങ്ങ് ആ പ്രവണതയെ മതത്തിന്റെ പേരിൽ പ്രോത്സാഹിപ്പിച്ചു. ഇത് ദണ്ഡനാർഹവും സർവദാ അനുചിതവുമാകുന്നു. അങ്ങയുടെ നിർദ്ദേശങ്ങളാൽ അവർ നയിക്കപ്പെടുന്നവരാകയാൽ അത്തരം പ്രവർത്തനങ്ങളെ അവർ മതത്തിന്റെ പേരിൽ അംഗീകരിക്കുകയും നിഷേധകങ്ങളെ കഷ്ടിച്ച് പരിപാലിക്കുന്നവരുമാകുന്നു. ഭാവാർത്ഥം. ജയ് ശ്രീലപ്രഭാത് കി ജയ്. മഹാഭാരതത്തിലും മറ്റ് സാഹിത്യങ്ങളിലും വിശദമായി വർണ്ണിച്ചിരിക്കുന്ന സുഖോപഭോഗ കർമ്മങ്ങളുടെ നിയന്ത്രിത നിർവഹണത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വിവിധ വേദസാഹിത്യങ്ങളുടെ വ്യാസദേവന്റെ രചനയെ ശ്രീനാരദൻ ഇതോടൊപ്പം പരിത്യജിക്കുന്നു. ജന്മാന്തരങ്ങളായ സുദീർഘമായ ഭൗതിക സംസർഗത്താൽ മനുഷ്യർക്ക് അതിനോട് പ്രകൃത്യാ തന്നെ മനച്ചായ്വുണ്ട്. ആകയാൽ ഭൗതിക ശക്തിക്ക് അതീതമായി ഭഗവാനെ പ്രാപ്തമാക്കുവാൻ പരിശീലനത്താൽ മാനവർ പരിശ്രമിക്കുന്നു. മാനവ ജീവിതത്തിന്റെ ഉത്തരവാദിത്വത്തെപ്പറ്റി അവർക്ക് യാതൊരു ബോധവുമില്ല. മിഥ്യയായ ഭൗതിക ബന്ധനത്തിൽ നിന്നും സ്വതന്ത്രമാകാനുള്ള ഒരു അവസരമാണ് മനുഷ്യജന്മം. വേദങ്ങളാൽ ഉദ്ദേശിക്കുന്നത് ഭഗവത് ധാമത്തിലേക്ക് മടങ്ങിപ്പോവുക. 84 ലക്ഷത്തോളം രൂപപരിണാമ ചക്രങ്ങളിൽ പ്രവർത്തിക്കുന്ന അനുക്രമ ജീവിതങ്ങൾ പാപിയായ ബദ്ധജീവാത്മാക്കളുടെ തടവ് ജീവിതമാകുന്നു. ഈ തടവറയിൽ നിന്നും സ്വതന്ത്രമാകാനുള്ള ഒരു അവസരമാണ് മനുഷ്യജന്മം. അപ്രകാരം ഭഗവാനുമായി നഷ്ടപ്പെട്ട ബന്ധത്തെ പുനഃസ്ഥാപിക്കുകയാണ് മനുഷ്യരുടെ ഏകധർമ്മം. ആകയാൽ യഥാർത്ഥ സ്ഥിതിക്ക് വിധേയമായി മതാനുഷ്ഠാനങ്ങളുടെ പേരിൽ ഇന്ദ്രിയാസ്വാദനങ്ങൾക്കായി പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കരുത്. മാനവശക്തിയുടെ അത്തരം വ്യതിചലനങ്ങൾ തെറ്റായ സംസ്കാരത്തിൽ പരിണമിക്കുന്നു. മഹാഭാരതം തുടങ്ങിയ വേദവ്യാഖ്യാനങ്ങളുടെ അധികാരി ശ്രീല വേദവ്യാസനാകുന്നു. ഒരു രൂപത്തിൽ അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിലുള്ള ഇന്ദ്രിയാസ്വാദനത്തിന് അദ്ദേഹം നൽകുന്ന പ്രോത്സാഹനം ആത്മീയ പുരോഗതിക്ക് മഹാപ്രതിബന്ധമാകുന്നു. എന്തെന്നാൽ ഭൗതിക ബന്ധനത്തിൽ സാമാന്യ ജനങ്ങളെ ആകർഷിച്ച് നിർത്തിയിരിക്കുന്ന ഭൗതിക പ്രവർത്തനങ്ങളെ പരിത്യജിക്കാൻ അവർ തയ്യാറാവുകയില്ല.
മാനവ സംസ്കാരത്തിന്റെ അസംയുക്തമായ അവസ്ഥയിൽ മതാചാരങ്ങളുടെ പേരിൽ അത്തരം പ്രവർത്തനങ്ങൾ യജ്ഞാനുഷ്ഠപരമായ മൃഗബലി അനിയന്ത്രിതമാകുമ്പോൾ ഭഗവാൻ സ്വയം ബുദ്ധനായി അവതരിച്ച് മതാനുഷ്ഠാനങ്ങളുടെ പേരിലുള്ള മൃഗബലിയെ നിർത്തലാക്കാനായി വേദങ്ങളുടെ അധികാരങ്ങളെ കുറ്റപ്പെടുത്തുന്നു. ഇത് ശ്രീ നാരദമുനി മുൻകൂട്ടി ദർശിക്കയാൽ അദ്ദേഹം വേദങ്ങളെ പരിത്യജിച്ചു. ചില സാഹിത്യങ്ങളിൽ അത്തരം നിയന്ത്രിത ബലികൾ വ്യവസ്ഥ ചെയ്തിരിക്കുന്നതിനാൽ മതാനുഷ്ഠാനങ്ങളുടെ മറവിൽ മാംസം ഇഷ്ടപ്പെടുന്നവർ ഏതെങ്കിലും ദേവന്റെയോ ദേവിയുടെയോ വിഗ്രഹങ്ങൾക്ക് മുന്നിൽ മൃഗവധം നിർവഹിക്കുന്നത് ഇപ്പോഴും തുടരുന്നു. മാംസഭോജനത്തെ നിരുത്സാഹപ്പെടുത്താനായി അവ അപ്രകാരം അനുശാസിക്കുന്നു. എന്നാൽ ക്രമേണ അത്തരം മതാനുഷ്ഠാനങ്ങളുടെ ഉദ്ദേശം വിസ്മരിക്കപ്പെടുകയും കശാപ്പുശാലകൾ പ്രബലമായി തീരുകയും ചെയ്തു. ഇപ്രകാരം സംഭവിക്കുകയാൽ വേദ അനുഷ്ഠാനങ്ങളെ യഥായോഗ്യമായും വിശദീകരിക്കാൻ കെൽപ്പുള്ളവരുടെ വാക്കുകൾ ശ്രവിക്കുവാൻ മൂഢഭൗതികവാദികൾ ഗൗരവപൂർണമായ താല്പര്യം കാട്ടുന്നില്ല. അതിവിപുലമായ പ്രവർത്തനങ്ങളിലൂടെ ധനസമാഹരണത്തിലൂടെ ജനസംഖ്യാ വർധനവിലൂടെയെപ്പോലും ജീവിതത്തിന്റെ പരിപൂർണത പ്രാപ്തമാക്കാൻ സാധ്യമല്ലെന്ന് വേദങ്ങളിൽ സുവ്യക്തമായും സുവിശേഷമായും പ്രതിപാദിച്ചിരിക്കുന്നു. എന്നാൽ പരിത്യാഗത്തിലൂടെ മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ. ഭൗതികവാദികൾ അത്തരം അനുശാസനങ്ങളെ ഗൗരവപൂർണമായി ചിന്തിക്കുന്നില്ല. സന്യാസം എന്നറിയപ്പെടുന്ന ജീവിതം കൂടുതൽ കുടുംബജീവിതത്തിൽ നിരാശരായവരെയും ചില ശാരീരിക വൈകല്യമുള്ള ഉപജീവനത്തിന് കഴിവില്ലാത്തവരെയും ഉദ്ദേശിച്ചുള്ളവയെന്ന് അവരുടെ പക്ഷം. മഹാഭാരതം പോലുള്ള പുരാവൃത്തങ്ങളിൽ ഭൗതിക വിഷയങ്ങൾ കൂടാതെ അതീന്ദ്രിയ വിഷയങ്ങൾ മാത്രം പ്രതിപാദിക്കുന്ന ഭഗവത്ഗീതയും ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. മഹാഭാരതത്തിന്റെ സമ്പൂർണ്ണ ആശയവും ഭഗവത്ഗീതയിലെ നിയാമകമായ നിർദ്ദേശങ്ങളിൽ പരമകോടിയിൽ എത്തി നിൽക്കുന്നു. മറ്റെല്ലാ കർമ്മങ്ങളും പരിത്യജിച്ച് നിർവിശേഷമായും പരിപൂർണമായും ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പാദാംബുജങ്ങളിൽ അഭയം പ്രാപിക്കണമെന്ന നിയാമകമായ നിർദ്ദേശമാണ് ഭഗവത്ഗീതയിലുള്ളത്. ഭൗതിക പ്രവണതയുള്ള വ്യക്തികൾ ഭഗവത്ഗീത എന്ന പരമവും പ്രാധാന്യവുമായ വിഷയത്തെക്കാൾ സൂചിപ്പിച്ചിരിക്കുന്ന പരോപകാരപ്രദവും ലോകോപകാരപ്രദവും രാഷ്ട്രീയവും സാമ്പത്തികവുമായ പ്രവർത്തനങ്ങളിൽ അതിരേകമായി ആകർഷിതരാകുന്നു. വ്യാസദേവന്റെ ഈ അനുരഞ്ജനാവേശത്തെ നാരദൻ പ്രത്യക്ഷമായി ദണ്ഡനാർഹമെന്ന് വിശേഷിപ്പിക്കുകയും മനുഷ്യജീവിതത്തിന്റെ പരമവും പ്രധാനവും പ്രഥമവുമായ ആവശ്യം ഭഗവാനുമായുള്ള ശാശ്വത ബന്ധം സാക്ഷാത്കരിക്കുകയും അപ്രകാരം ഭഗവാനെ താമസം വിനാ ശരണം പ്രാപിക്കുകയും ചെയ്യുകയാണെന്ന് സ്പഷ്ടമായും പ്രത്യക്ഷമായും ഉദ്ബോധിപ്പിക്കുകയും ചെയ്യുന്നു. രോഗത്തിനടിമപ്പെട്ട രോഗി ആ രോഗത്തിന് വിശേഷമായി വിലപ്പെട്ട ഭക്ഷണസാധനങ്ങൾ സ്വീകരിക്കുവാനുള്ള പ്രവണത സദാ പ്രകടിപ്പിക്കുന്നു. വിദഗ്ധമായ ഡോക്ടർമാർ ഒരു തരത്തിലും ആ രോഗി ഭക്ഷിക്കുവാൻ പാടില്ലാത്ത ഭക്ഷണ പദാർത്ഥങ്ങൾ രോഗിക്ക് ഭാഗികമായി പോലും നൽകുന്നതിന് യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകുന്നില്ല. ഫലോദിഷ്ട കർമ്മങ്ങളിൽ അഭിനിവേശമുള്ള ഒരാൾ ആത്മസാക്ഷാത്കാര പദവിയിലേക്ക് ക്രമേണ ഉയർത്തപ്പെടുമെന്നുള്ളതാകയാൽ അയാളെ അതിൽ നിരുത്സാഹപ്പെടുത്തരുതെന്ന് ഭഗവത്ഗീതയിൽ അരുളി ചെയ്തിരിക്കുന്നു. ആത്മസാക്ഷാത്കാരമില്ലാത്ത ദാർശനികന്മാർക്ക് ഇത് ചിലപ്പോഴൊക്കെ പ്രായോഗികമാകുന്നു. എന്നാൽ ഭക്തിയുത മാർഗത്തിലുള്ളവരെ അപ്രകാരം സദാ ഉപദേശിക്കേണ്ട ആവശ്യമില്ല. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. വളരെ വലിയ ഹരേ കൃഷ്ണ. ഭാവാർത്ഥം, വളരെ വലിയ ഭാവാർത്ഥമല്ലേ. നമ്മളെന്താ കണ്ടതൊക്കെ കേൾക്കാമോ? ശ്രദ്ധിച്ചിരിക്കുക എല്ലാരും. ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ഒരുപാട് പേരുടെ ശബ്ദമൊക്കെ വരുന്നു. ശ്രദ്ധിച്ചു കേട്ടിരിക്കാൻ. ഞാൻ എന്റെ ഓളിയൊക്കെ 100-ലാ വെച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് മാക്സിമം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. നമ്മള് കണ്ടത് മതാചാര പ്രകാരമുള്ള ചടങ്ങുകൾ അനുഷ്ഠിക്കുക. എന്താണ് ഈ മതാചാര പ്രകാരം? അതായത് ബ്രാഹ്മണന് വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മള് പറഞ്ഞിരിക്കുന്നത് എന്താണ്? 4 വർണ്ണങ്ങള്, 4 ആശ്രമങ്ങള്, പിന്നെ എന്താണ് അതിൽ നിന്ന് കിട്ടുന്നത്? പുരുഷാർത്ഥങ്ങള്. അല്ലെ, പലതവണ പറഞ്ഞതാണ്. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണം. എന്താണ് 4 വർണ്ണങ്ങള്? ബ്രഹ്മസ്ഥം, വാനം, ഗ്രഹസ്ഥം, വാനപ്രസ്ഥം, സന്യാസം, അതല്ലേ? 4 വർണ്ണങ്ങൾ അതല്ല. അല്ല, അത് ആശ്രമങ്ങളാണ് അല്ലേ? അതെ അതെ അതെ.
വർണ്ണം എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ. അതെ വർണ്ണം ബ്രാഹ്മണര് ക്ഷത്രിയര് ശൂദ്രര്. അതെ. അപ്പൊ അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശ. ആ ചാതുർവർണ്ണ്യം എന്ന് പറഞ്ഞാൽ ഞാൻ സൃഷ്ടിച്ചതാണ് ഗുണങ്ങളുടെയും കർമ്മത്തിന്റെയും അടിസ്ഥാനത്തിൽ. ഓരോ കാറ്റഗറിയിലുള്ള ആൾക്കാർ, അത് ജാതിയല്ല, ഭഗവാൻ വിഭാഗനം ചെയ്തത് നമ്മളുടെ ഓരോ ടേസ്റ്റിനനുസരിച്ചിട്ട്, അതായത് ഗുണങ്ങളുടെ അനുസരിച്ചിട്ട്. അതായത് ഇപ്പൊ ജസ്റ്റ് ഒരു ഉദാഹരണം പറയാം. എനിക്ക് നാട്ടിൽ പോയി എനിക്ക് ആശാരിപ്പണി ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെക്കൊണ്ട് പറ്റുമോ? അല്ല ഇവര് ചെയ്യുന്ന പണി, മേസൺ ചെയ്യുന്ന പണി ചെയ്യാൻ പറഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റുമോ? ഇല്ല, എനിക്ക് അതിനൊരു ടേസ്റ്റ് ഇല്ല, അതല്ലേ. പക്ഷെ എനിക്ക് ഒരാളെ പഠിപ്പിക്കാൻ പറഞ്ഞ, ഒരു ക്ലാസ് എടുക്കാൻ പറഞ്ഞാലോ എനിക്ക് സാധിക്കുകയും ചെയ്യും. പക്ഷെ മറ്റേ കാര്യങ്ങള്, ഒരു മരത്തെ വലിഞ്ഞു കയറാൻ പറഞ്ഞ് എനിക്ക് കയറാൻ പറ്റുമോ? ഇല്ല, അല്ലേ. അപ്പൊ അതുകൊണ്ട് അതുപോലെ ഒരു ബിസിനസ്മാനായിട്ട് ഒരു കടയൊക്കെ ഇട്ടിരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ആൾക്കാരൊന്ന് പറ്റിച്ചോണ്ട് പോകും, എനിക്കും അതിന് പറ്റില്ല, അല്ലേ. അപ്പൊ എന്റെ ഗുണം, എന്നിലുള്ള ഗുണം എന്താണ്? ആരുടെ ബാക്ക്ഗ്രൗണ്ടിൽ ശബ്ദം വരുന്നുണ്ടോ? ഒന്ന് മ്യൂട്ട് ചെയ്താൽ കൊള്ളാമായിരുന്നു. ആരൊക്കെയോ സംസാരിക്കുന്നുണ്ട്. ഓക്കെ. അപ്പം അങ്ങനെ എന്നോട്, ഞാൻ എൻ്റെ ഉദാഹരണം തന്നെ പറയാണ്. അപ്പൊ എന്നോട് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് കച്ചവടം നടത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കച്ചവടം നടത്താൻ പറ്റുമോ? സാധിക്കുകയില്ല. കാര്യം ആൾക്കാർ എന്നെ പറ്റിച്ചോണ്ട് പോകും, കടം മേടിച്ചോണ്ട് പോകും, പറ്റിച്ചോണ്ട് പോകും ചെയ്യും, അല്ലേ. അപ്പൊ എന്നെ ഒരു ടീച്ചർ, അതായത് ഞാൻ പറയുന്ന ഇപ്പോഴത്തെ നമ്മളിപ്പോ കാണുന്ന ജാതിയായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യരുത്. ഞാൻ ഈ പറയുന്ന എന്നിലുള്ള ഗുണം എന്താണ്? ഒരു ബ്രാഹ്മണന്റെ ഗുണമായിരിക്കും. നിങ്ങൾ അത് കേട്ടിട്ട് ഞാൻ ബ്രാഹ്മണനാണ്, അല്ല ആ ഒരു രീതി ഞാൻ തന്നെ എന്നെ പുകഴ്ത്തി പറഞ്ഞെന്ന് ആരും പറയരുത്. അങ്ങനെയല്ല. ബ്രാഹ്മണൻ എന്തായിരുന്നു? അറിവ് പറഞ്ഞു കൊടുക്കുന്ന ആള്, വിദ്യ പറഞ്ഞു കൊടുക്കുന്ന ആള്, ഭഗവാനെ പറ്റി പറഞ്ഞു കൊടുക്കുന്ന ആള്. അപ്പൊ അത് ഗുണം, ആ ഗുണം അനുസരിച്ചിട്ട് ബ്രാഹ്മണൻ. എന്നാൽ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, അവൻ എന്താണ് ഭയങ്കര ശക്തിയും ബലവും കുറച്ച് മസിൽസും തൻ്റെ ഇടമൊക്കെ ഉണ്ട്. അവന് ഒരു 4-5 പേര് ഇങ്ങോട്ട് വരുമ്പോ ആൾക്കാരെയൊക്കെ നല്ലപോലെ പ്രതിരോധിക്കാനുള്ള കഴിവുണ്ട്. അപ്പൊ അവനെന്തിനാണ് സൈന്യത്തിൽ പോകാനാണ് അവന് ബെറ്റർ, അല്ലേ. സോൾജിയറായിട്ട് ക്ഷത്രിയൻ. പോകാനായിട്ടാണ്. അപ്പൊ ക്ഷത്രിയനായി. അതുപോലെ തന്നെ വേറൊരാൾ എങ്ങനെയാണെന്ന് അറിയാം, കൃത്യമായിട്ട് നമ്മൾക്ക് എന്തെങ്കിലും മേടിക്കുന്ന എൻ്റെ ഫ്രണ്ട് ചോദിച്ച് കണക്കുകൾ കൃത്യമായിട്ട് പറയുന്നു, ഈ സാധനത്തിന് ഇന്ന സ്ഥലത്ത് ഇന്ന വിലയാണ്, ഇന്ന സ്ഥലത്ത് ഇന്ന വിലയാണ്, വൈശ്യൻ. അങ്ങനെയൊക്കെ പറയും. വൈശ്യൻ. അതിന്റെ ക്രയവിക്രയം നടത്താനായിട്ട് മാർക്കറ്റിൽ, ഷെയർ മാർക്കറ്റിൽ ഇപ്പൊ നല്ല പരിചയമുള്ള വ്യക്തിയാണ്. അവൻ വൈശ്യന്റെ സ്വഭാവമാണത്. വൈശ്യൻ. വൈശ്യന്റെ സ്വഭാവമാണ്. അതുപോലെ തന്നെ ഒരു വിള കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ മുഞ്ഞ ബാധിച്ചു, അല്ല ഈ വിള ഈ സമയത്തല്ല വെക്കണ്ടേ, ഇത് കൃഷിയെ പറ്റിയൊക്കെ ജ്ഞാനം ഉണ്ടാകുക. അത് എല്ലാവർക്കും പറ്റും ഉണ്ടാകത്തില്ല, അല്ലേ. നമ്മൾ പോകുമ്പോൾ അവിടെ ഒരു കൃഷി ഇങ്ങനെ ജസ്റ്റ് കണ്ടിട്ട് പോകും, അല്ലേ. നല്ലതായിട്ട് നിൽക്കുന്നു. പക്ഷെ അറിവുള്ളവർ കണ്ടാൽ പറഞ്ഞാൽ ഇതൊരു 2 മാസത്തിനകം ഇത് നശിച്ചു പോകും, അല്ല. അവർക്കറിയാം ഇതിൻ്റെ അകത്ത് എന്തൊക്കെ പ്രശ്നമുണ്ടെന്ന്. കാര്യം അവരത്ര സൂക്ഷ്മമായിട്ട് അവരിലുള്ള ഗുണം എന്ന് പറയുന്ന അതിനോട് സംബന്ധിച്ചുള്ള ഗുണമാണത്. അതുപോലെ തന്നെ മറ്റൊരാൾ ഇതൊന്നും ചെയ്യാനായിട്ട് യാതൊരു കഴിവുമില്ല. ആശാരിപ്പണി ചെയ്യാൻ കഴിവില്ല, കൊല്ലപ്പണി ചെയ്യാൻ കഴിവില്ല, അതുപോലെ തന്നെ രാജ്യം സംരക്ഷിക്കാൻ കഴിവില്ല, കച്ചവടം നടത്താൻ കഴിവില്ല, പറഞ്ഞു കൊടുക്കാൻ കഴിവില്ല. അവർക്ക് എന്ത് ചെയ്യും? മറ്റുള്ളവരുടെ വീടും പരിസരവും ഒക്കെ അടിച്ചു വാരാനും പാത്രം കഴുകാനും, എവിടുന്നേലും ആരെങ്കിലും കൂലി കിട്ടിയാൽ അത് മേടിച്ചുകൊണ്ട് അന്നത്തെ അന്നം കഴിക്കുക. വേറൊരു ചിന്തയില്ല, തലയിൽ യാതൊരു തരത്തിലുള്ള ബുദ്ധിയില്ല. ഇങ്ങനെ എല്ലാ തരത്തിലുള്ള ആൾക്കാരും നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പൊ ഇങ്ങനെ ഗുണത്തിന്റെ അടിസ്ഥാനത്തിൽ ഭഗവാൻ തിരിച്ചു, അല്ലെ. അപ്പൊ അങ്ങനെ ഈ ബ്രാഹ്മണർക്കും ഈ ക്ഷത്രിയർക്കും വൈശ്യർക്കും ശൂദ്രർക്കും ഒക്കെ മനസ്സിലാകാവുന്ന രീതിയിലാണ് പല ഗുണങ്ങളിലുള്ള പുരാണങ്ങളാണ് അദ്ദേഹം രചിച്ചത്. ആദ്യം തന്നെ ഞാനൊരു പോസ്റ്റ് ഇട്ടായിരുന്നു, ഓരോ ഗുണങ്ങൾക്കും അടിസ്ഥാനപ്പെട്ട എത്ര പുരാണങ്ങൾ, സത്വഗുണത്തിൽ എത്ര പുരാണങ്ങളുണ്ട്, അതുപോലെ തന്നെ രജോ ഗുണത്തിൽ എത്ര പുരാണങ്ങളുണ്ട്, തമോ ഗുണത്തിൽ എത്ര ഗുണങ്ങളാണ്. അപ്പം ഈ ഗുണങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർക്ക് മനസ്സിലാകുന്ന അവർക്കുള്ള ടേസ്റ്റിലാണ് ഇതൊക്കെ രചിച്ചിരിക്കുന്നത്. അപ്പൊ അതിലൊക്കെ പറയുന്നുണ്ട്, വേദങ്ങൾ ഇതുപോലെ തിരിച്ചിട്ടുണ്ട് 3 കാറ്റഗറി ആയിട്ട്, സത്വഗുണം, രജോ ഗുണം, തമോ ഗുണമായിട്ട്. അപ്പൊ ഈ
തമോ ഗുണത്തിലുള്ള ആൾക്കാർക്ക് മനസ്സിലാണ് അഥർവ വേദം പോലുള്ള വേദങ്ങളിലൊക്കെ ഈ ജീവജാലങ്ങളൊക്കെ ബലി കൊടുക്കുന്നതായിട്ട് ഉള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അല്ലെ? ആ ബലി കൊടുക്കുന്നതിന് നിഷ്ഠയുണ്ട്, ഒരു പ്രത്യേക ഒരു നിഷ്ഠയുണ്ട്. ആ നിഷ്ഠ എന്താണ്? കാളിദേവിയെ ഉപാസിച്ചിട്ട് ദേവിയുടെ മുൻപിൽ വെച്ചിട്ട് എന്താണ്, ഞാൻ ആ മൃഗത്തിനൊരു അവസരം കൊടുക്കും, അല്ല, എന്റെ നാവിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ ഈ മൃഗത്തിനെ ബലി കഴിക്കുകയാണ്. പക്ഷെ അടുത്ത ജന്മത്തിൽ എനിക്ക് തിരിച്ച് മൃഗമായിട്ട് ഞാൻ നിനക്കൊരു അവസരം തരാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിൽ ആണ് വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് നാവിനെ തൃപ്തിപ്പെടുത്താൻ മാത്രമായി അത് ജീവജാലങ്ങളെല്ലാം കൊന്നൊടുക്കാൻ തുടങ്ങി. പിന്നെ മനുഷ്യബലി തുടങ്ങി, ബാലന്മാരെ വധിക്കാൻ തുടങ്ങി, സ്ത്രീകളെ കന്യകമാരെ ബലി കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ പല രീതിയിലേക്ക് ഇത് മാറി. നമുക്ക് സ്വന്തമായിട്ടുള്ള രീതിയിലെല്ലാം തിരുത്തി എഴുതി മനുഷ്യര്, അല്ലെ, ദൈവത്തെ മറന്നിട്ട് ശാസ്ത്രങ്ങളിൽ പറയുന്നതിന് വിപരീതമായിട്ട്. അപ്പോഴാണ് ബുദ്ധൻ അഹിംസ പ്രചരിപ്പിക്കാനായിട്ട് അവതരിച്ചത്, ശ്രീബുദ്ധൻ. അപ്പൊ വേദങ്ങളെല്ലാം തെറ്റായിട്ട് ബുദ്ധൻ ചിത്രീകരിച്ചു. വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാം തെറ്റാണ്. പക്ഷെ ബുദ്ധസന്യാസിമാർ എന്താ ചെയ്ത്? അമ്പലങ്ങളെല്ലാം തച്ചുടച്ചു, ക്ഷേത്രങ്ങളെല്ലാം തച്ചൊടിച്ചു, ഗ്രന്ഥങ്ങളെല്ലാം കത്തിച്ചു കളഞ്ഞു. എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന സമയത്ത് ഇതിനെ വീണ്ടെടുക്കാനായിട്ടാണ് മഹാദേവൻ കേരളത്തിലെ കാലടിയിൽ ശങ്കരാചാര്യരായിട്ട് പിറന്ന് ഈ വേദങ്ങളെയും പൂജാവിധികളെയും എല്ലാ ക്ഷേത്രങ്ങളെയും വീണ്ടെടുത്ത് ആചാരവിധികളൊക്കെ ചിട്ടപ്പെടുത്തി വന്നത്. പക്ഷെ ആൾക്കാർ വിശ്വസിക്കാത്ത കാരണം എന്താണ് അദ്ദേഹം പറഞ്ഞത്? അദ്വൈതം, ഞാനും നീയും ഒന്നാണ്, ജീവാത്മാവും പരമാത്മാവും ഒന്നാണ് എന്ന് പറഞ്ഞു. അതിനുശേഷം വന്ന രാമാനുജാചാര്യര്, മധ്വാചാര്യര്, ചൈതന്യ മഹാപ്രഭു ഒക്കെ എന്താണ്? രണ്ടാണ്, അല്ല, അചിന്ത്യ ഭേദഭേദ തത്വമാണ് ചൈതന്യ മഹാപ്രഭു വിഭാവനം ചെയ്തത്. എന്താണ് അചിന്ത്യ ഭേദഭേദം? ഗുണത്തിൽ ഒന്നും അളവിൽ വ്യത്യാസവുമാണെന്ന് പറഞ്ഞു. ജീവാത്മാവും പരമാത്മാവും. ജീവാത്മാവ് 1 ഗ്രാം സ്വർണമാണെങ്കിൽ പരമാത്മാവ് ഒരു സ്വർണ്ണ ഖനിയാണ്. ജീവാത്മാവ് 1 തുള്ളി വെള്ളമാണെങ്കിൽ പരമാത്മാവ് എന്താണ്? സമുദ്രമാണ്, മഹാസമുദ്രം. അപ്പൊ അതിന്റെ വ്യത്യാസം എന്താണ്? ഈ വെള്ളത്തിന്റെ ഗുണം എന്താണ്? ഉപ്പ്. മഹാസമുദ്രത്തിന്റെ ഉപ്പ്, അല്ലെ? അളവിലോ അജഗജാന്തര വ്യത്യാസം. അതാണ് നമ്മൾ ഒരിക്കലും ദൈവമാകില്ല. നമ്മള് ദൈവത്തിനോട് ഗുണത്തിൽ മാത്രം തുല്യം. കാര്യം അദ്ദേഹത്തിന്, എനിക്ക് എന്റെ അച്ഛന്റെ ഗുണങ്ങൾ ഉണ്ടാവില്ലേ? കാര്യം എനിക്ക് എന്റെ പിതാവിന്റെ നിറം കിട്ടി. അതുപോലെ പല സംഭവങ്ങൾ എന്റെ പിതാവിന്റെ എന്താണ് എനിക്ക് കിട്ടിയത്, പല കാര്യങ്ങളും, അല്ലേ? അതുപോലെ ഞാൻ ഈ നിങ്ങളോടൊക്കെ പ്ലസന്റ് ആയിട്ട് സംസാരിക്കുന്നതൊക്കെ എന്റെ അച്ഛൻ്റെ അടുക്കൽ നിന്ന് കിട്ടിയ ഗുണമാണ്. അമ്മയുടെ അടുക്കൽ നിന്നായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനെ? നിങ്ങളെല്ലാവരും ഷൗട്ട് ചെയ്തേനെ, എല്ലാവരും ചീത്ത വിളിച്ചേനെ. അപ്പൊ എനിക്ക് എൻ്റെ പിതാവിന്റെ ഗുണം കിട്ടിയെന്ന് പറഞ്ഞ പോലെ തന്നെ നമുക്ക് പരംപിതാവായിട്ടുള്ള ഭഗവാന്റെ അടുക്കൽ നമുക്ക് ഗുണം പലതും കിട്ടി. പക്ഷെ പൂർണ്ണമല്ല, പൂർണ്ണമായിട്ട് ഭഗവാൻ മാത്രമേ ഉള്ളൂ. നമ്മളൊക്കെ എന്താണ്? ചെറിയ അംശം മാത്രമേ ഉള്ളൂ. ഈ ഒരു സംഭവം നമ്മൾ മനസ്സിലാക്കണം. അതിനെയാണ് ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് സാമാന്യ ജനങ്ങൾക്ക് ആനന്ദിക്കാനുള്ള പ്രവണത പ്രകൃത്യാലുള്ളതാണ്. അപ്പൊ നമുക്കെല്ലാം പ്രകൃത്യാൽ ഈശ്വരനായിട്ടൊരു ബന്ധമുള്ളത് കൊണ്ട് നമ്മൾ അറിയാതെ തന്നെ നമ്മളുടെ ആത്മാവ് സന്തോഷിക്കും. നമ്മൾ ഭഗവാന് വേണ്ടിയിട്ടാണ് ചെയ്യുന്ന കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ തന്നെ സന്തോഷിക്കും. കാര്യം ആത്മാവ് സച്ചിദാനന്ദ സ്വരൂപമാണ്, അല്ലേ? പക്ഷെ ഒരംശമാണെന്ന് മാത്രമേ ഉള്ളൂ. മറ്റേത് വിഭുവും ഇത് അണുവുമാണെന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അങ്ങയുടെ നിർദ്ദേശങ്ങളാൽ അവർ നയിക്കപ്പെടുന്നവരാകിൽ അത്തരം പ്രവർത്തനങ്ങൾ മതത്തിന്റെ പേരിൽ അങ്ങേ നിഷേധിക്കും. നിഷേധങ്ങളെ കഷ്ടിച്ച് പാലിക്കുന്നവരുമാണ്. അപ്പൊ ഈ മതം എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ 4 വർണ്ണങ്ങൾ, 4 ആശ്രമങ്ങള്, അത് കഴിഞ്ഞിട്ട് എന്താണ്? ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. ഇതേ രീതിയിൽ പോകുന്ന ആ മതാചാര പ്രവർത്തനങ്ങൾ. അപ്പൊ ഇതൊരു മതമായിട്ട് തന്നെ കാണാം. അതിനെ നമ്മൾ സനാതന ധർമ്മം എന്ന് പറഞ്ഞ് വിളിക്കുന്നു, അല്ലെ? 4 വർണ്ണങ്ങളെ, 4 ആശ്രമങ്ങളെ, അതിൽ നിന്ന് കിട്ടുന്ന ഫലമോ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. ഫൈനലി മോക്ഷത്തിലെത്തുന്നു. ഈ ഒരു പ്രോസസ് വഴി ആണ്, മതാചാര പ്രോസസ്സിൽ കൂടെയാണ്
വ്യാസദേവന്റെ കൃതികളൊക്കെ നമ്മളെ എത്തിക്കുന്നത്, അല്ലേ? പക്ഷെ ശ്രീമദ് ഭാഗവതമോ എന്താണ്? ഈ മതാചാര ചങ്ങലയുടെ ഉള്ളിൽപ്പെടുന്നതല്ല, അതിനു ഉപരിയാണ് ശ്രീമദ് ഭാഗവതത്തിന്റെ മഹിമ. അതാണ് നാരദമുനി പറഞ്ഞു വരുന്നത്, അല്ലെ? ഈ മതാചാരത്തിന്റെ വേലിക്കെട്ടിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല ശ്രീമദ് ഭാഗവതം. അത് നമ്മളെല്ലാവരും മനസ്സിലാക്കിയിരിക്കുന്നു. ശ്രീമദ് ഭാഗവത് സാധാരണ ഒരു പുസ്തകമല്ല, അത് സാക്ഷാൽ ഭഗവാനാണ്. ആനന്ദസ്വരൂപനായ ഭഗവാൻ പുസ്തക രൂപത്തിൽ അവതരിച്ചിരിക്കുന്നതാണ്. ശ്രീമദ് ഭാഗവത് ഇല്ലാത്തവരൊക്കെ തന്നെ വായിക്കുക. വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ തന്നെ ഭഗവാൻ അവിടെ ഇരിക്കുകയാണ്, സാക്ഷാൽ ഗ്രന്ഥരൂപത്തിൽ വന്നിരിക്കുകയാണ്. വല്ലപ്പോഴും എടുത്തൊന്ന് മറിച്ച് നോക്കുക, മറിച്ച് നോക്കിയിട്ട് ശ്ലോകം മനസ്സിലായാലും ഇല്ലെങ്കിലും ഒന്ന് വായിച്ചു നോക്കുക. കാര്യം അതിനകത്ത് ഭഗവാനാണ് ഇരിക്കുന്നത്, പൂർണ്ണമായിട്ടും നിറഞ്ഞിരിക്കുകയാണ് ഭഗവാൻ. അപ്പൊ അതുകൊണ്ട് ആണ് നാരദമുനി ശാസനയാൽ ഇങ്ങനെ പറയുന്നത് വ്യാസദേവനോട്, നീ ഇത്രയും നാളും എഴുതിയതൊക്കെ ഈ മതാചാര ചട്ടക്കൂടുകളിൽ കറങ്ങിക്കൊണ്ടിരുന്നു, പക്ഷെ പരമദിവ്യോത്തമ പുരുഷനെ സന്തോഷിപ്പിക്കാനായിട്ടുള്ളതൊന്നും തന്നെ അതിൽ അടങ്ങിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. അടുത്ത ശ്ലോകം നോക്കാം. ശ്ലോകം 16. മല്ലിക മാതാജി, അല്ല, കൃഷ്ണമാരി മാതാജി, കൃഷ്ണമാരി മാതാജി 3 തവണ വായിക്കുക. കൃഷ്ണമാരി മാതാജിക്ക് കേൾക്കാമായിരുന്നോ? ഹരേ കൃഷ്ണ പ്രഭു, ഹരേ കൃഷ്ണ. അൺമ്യൂട്ട് ആക്കാൻ ബുദ്ധിമുട്ടായിരുന്നു പ്രഭു. ഹരേ വിചക്ഷണോ അസ്യാർഹതി വേദിതും വിഭോ അനന്തപാരസ്യ നിവൃത്തിത സുഖം പ്രവർത്തമാനസ്യ ഗുണർനാത്മന തതോ ഭവാൻ ദർശയ ചേഷ്ടിതം വിഭോ. വിചക്ഷണോ അസാർഹതി വേദിതും വിഭോ അനന്തപാരസ്യ നിവർത്തിത സുഖം പ്രവർത്തമാനസ്യ ഗുണൈർനാംന തതോ ഭവാൻ ദർശയ ചേഷ്ടിതം വിഭോ. വിചക്ഷണോ അസ്യാർഹതി വേദിതും വിഭോ അനന്തപാരസ്യ നിവർത്തിത സുഖം പ്രവർത്തമാനസ്യ ഗുണൈർനാംന തതോ ഭവാൻ ദർശയ ചേഷ്ടിതം വിഭോ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ജ്ഞാനാംബിക മാതാജി ശ്ലോകം. കേൾക്കത്തില്ല, മൈക്ക് ഓണായിട്ടില്ല. ആരാ പ്രഭു? ആരാ? വിചക്ഷണോ അസ്യാർഹതി. കേൾക്കുന്നുണ്ടോ? ഞാനാണോ? കേൾക്കുന്നില്ലേ? വിചക്ഷണോ അസ്യാർഹതി വേദിതും വിഭോ അനന്തപാരസ്യ നിവർത്തിതം സുഖം പ്രവർത്തമാനസ ഗുണൈർനാംന തതോ ഭവാൻ ദർശയ ചേഷ്ടിതം വിഭോ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പത്മമാതാജി കേട്ടോ പ്രഭു? കേട്ടു. പത്മമാതാജി കേട്ടു. ഹരേ കൃഷ്ണ. വിചക്ഷണോസ്യ നന്ദപാരസ്യ നിവർത്തിത സുഖം പ്രവർത്തമാനസ്യ ഗുണൈരനാത്മന തതോ ഭവാൻ ദർശയ ചേഷ്ടിതം വിഭോ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മല്ലിക മാതാജി പദാനുപദ തർജ്ജമ കറണ്ട് പോയോ? കാണാവോ? കാണാം. ഹരേ കൃഷ്ണ. വിചക്ഷണ അതിവിദഗ്ധൻ, അസ്യ തന്നെ, അർഹിക്കുന്ന, വേദിതും മനസ്സിലാക്കുന്നതിനായി, വിഭോ ഭഗവാന്റെ അനന്തപാരസ്യ അനന്തന്റെ നിവൃത്തിത വിരമിച്ച സുഖം ഭൗതിക ആനന്ദത്തിൽ നിന്ന് പ്രവർത്തമാനസ്യ അനുബന്ധിച്ചിട്ടുള്ളവർ ഗുണൈ ഭൗതിക ഗുണങ്ങളാൽ അനാത്മന ആത്മീയ മൂല്യങ്ങൾ ശൂന്യമായ ജ്ഞാനം ഗത ആകയാൽ ഭവാൻ അങ്ങ് ദർശയ മാർഗങ്ങൾ കാട്ടിത്തരിക, ചേഷ്ടിതം കർമ്മങ്ങൾ വിഭോ ഭഗവാന്റെ. വിവർത്തനം. ഭാവാർത്ഥം. ശിലപ്രഭ വിവർത്തനം. പരമപുരുഷനായ ഭഗവാൻ അനന്തനാകുന്നു. ഭൗതിക സുഖങ്ങളിൽ നിന്നും പൂർണ്ണമായി വിരമിച്ചവനും അതിശ്രേഷ്ഠനും അതിവിദഗ്ധനുമായ വ്യക്തിത്വ വിശേഷത്തിന് മാത്രമേ ആത്മീയ മൂല്യങ്ങളുള്ള ഈ ജ്ഞാനം ഗ്രഹിക്കാൻ അർഹതയുള്ളൂ. ആകയാൽ ഭൗതിക അഭിനിവേശ നിമിത്തം അത്ര ദൃഢമായി അവസ്ഥിതരല്ലാത്തവർക്ക് ഭഗവാന്റെ
അതീന്ദ്രിയ കർമ്മങ്ങളുടെ വിശദമായ വർണ്ണനകളിലൂടെ താങ്കൾ ആത്മസാക്ഷാത്കാര മാർഗങ്ങൾ ദൃശ്യമാക്കണം. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം വായിക്കണോ? വായിച്ചോളൂ. മാതാജി വായിക്കൂ. വായിക്കണോ? വായിക്കൂ. ഭാവാർത്ഥം. അധ്യാത്മവിദ്യ പ്രയാസമേറിയ പഠന വിഷയമാണ്. വിശേഷിച്ചും ഈശ്വരന്റെ അതീന്ദ്രിയ സ്വഭാവത്തെ സംബന്ധിച്ചാകുമ്പോൾ അതിന് കാഠിന്യമേറുന്നു. ഭൗതിക പ്രവർത്തനത്തിൽ അളവിലധികം ആസക്തരായ വ്യക്തികളാൽ മനസ്സിലാക്കപ്പെടാവുന്ന ശ്രദ്ധാവിഷയമല്ല ഇത്. ആത്മീയ വിജ്ഞാന സംസ്കാരത്താൽ സാംസാരിക പ്രവർത്തനത്തിൽ നിന്നും മിക്കവാറും വിരമിച്ച അതിവിദഗ്ധരായവർക്ക് മാത്രമേ ഈ മഹത് ശാസ്ത്ര അധ്യയനത്തിന് പ്രവേശന യോഗ്യതയുള്ളൂ. അനേക സഹസ്രം വ്യക്തികളിൽ ഒരാൾക്കോ മറ്റോ മാത്രമേ അതീന്ദ്രിയ സാക്ഷാത്കാരത്തിലുള്ള ഈ മാർഗം ലഭിക്കുകയുള്ളൂവെന്ന് ഭഗവത്ഗീതയിൽ സുവ്യക്തമായി പ്രസ്താവിച്ചിരിക്കുന്നു. അത്തരം അതീന്ദ്രിയ ആത്മസാക്ഷാത്കാരം സിദ്ധിച്ച അനേക സഹസ്രം വ്യക്തികളിൽ വളരെ ചുരുക്കം പേർ മാത്രമേ വ്യക്തിരൂപത്തിൽ ഭഗവാനെ സവിശേഷമായി പ്രതിപാദിക്കുന്ന ആധ്യാത്മിക ശാസ്ത്രം ഗ്രഹിക്കുകയുള്ളൂ. ആകയാൽ ഭഗവത് കർമ്മങ്ങളെ നേരിട്ട് വർണ്ണിക്കുക വഴി ആധ്യാത്മിക ശാസ്ത്രം വിശദമാക്കാൻ ശ്രീനാരദൻ വ്യാസദേവനെ ഉപദേശിച്ചു. ഈ ശാസ്ത്രത്തിൽ വിദഗ്ധനായ വ്യക്തിത്വ വിശേഷമാണ് വ്യാസദേവൻ. മാത്രമല്ല അദ്ദേഹം ലൗകിക ആസ്വാദനങ്ങളിൽ അഭിനിവേശമില്ലാത്തവനുമാകുന്നു. ആകയാൽ ഈ ശാസ്ത്രം വിവരിക്കുന്നതിന് അദ്ദേഹം സർവഥാ യോഗ്യനും വ്യാസപുത്രനായ ശ്രീ ശുകദേവ ഗോസ്വാമി ഈ ശാസ്ത്രം സ്വീകരിക്കുന്നതിന് യഥായോഗ്യനായ വ്യക്തിയുമാകുന്നു. ശ്രീമദ് ഭാഗവതം പരമമായ ഈശ്വരശാസ്ത്രമാകയാൽ അതിനെ സാധാരണക്കാരി ഔഷധം പോലെ പ്രവർത്തിക്കുവാനാകും. ഭഗവാന്റെ അതീന്ദ്രിയ കർമ്മങ്ങൾ ഉൾക്കൊള്ളുന്നതാകയാൽ ശ്രീമദ് ഭാഗവതവും ഭഗവാനും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. ഭഗവാന്റെ യഥാർത്ഥ ഗ്രന്ഥാവതാരമാണ് ശ്രീമദ് ഭാഗവതം. അങ്ങനെ സാധാരണക്കാരന്റെ ഭഗവത് ചരിതങ്ങളുടെ വർണ്ണനകൾ ശ്രവിക്കുക സാധ്യമാകുന്നു. അപ്രകാരം അവർ ഭഗവാനുമായി ബന്ധപ്പെടാനും തദ്വാര രോഗഗ്രസ്തമായ ഭൗതിക അവസ്ഥയിൽ നിന്ന് ക്രമേണ ശുദ്ധീകരിക്കപ്പെടാൻ കഴിവുള്ളവരായി തീരുന്നു. അതായത് കാലത്തിനും പരിതസ്ഥിതികൾക്കും അനുസൃതമായി ആ ഭക്തരിൽ പരിവർത്തനം വരുത്താനായി നവീന മാർഗങ്ങളും ഉപായങ്ങളും കണ്ടെത്തുവാൻ വിദഗ്ധരായ ഭക്തർക്ക് കഴിയും. ഭക്തിയുത സേവനം ഒരൊറ്റ ചിന്താരീതിയിൽ മാത്രം ഒതുങ്ങിക്കൂടാത്ത ക്രിയാത്മകമായ പ്രവർത്തനമാണ്. ഭൗതിക ജനങ്ങളുടെ മാന്ദ്യം സംഭവിച്ചിരിക്കുന്ന ബുദ്ധിയിലേക്ക് ഭക്തിയുത സേവനത്തെ പ്രചോദിപ്പിക്കാൻ വിദഗ്ധരായ ഭക്തർ സമർത്ഥമായ മാർഗങ്ങൾ കണ്ടെത്തുന്നു. ഭക്തരുടെ അവിധം അതീന്ദ്രിയ ഭഗവത് സേവന പ്രവർത്തനങ്ങൾക്ക് ഭൗതികവാദികളുടെ മൂഢ സമൂഹത്തിൽ ഒരു നൂതന ജീവിതക്രമം നിലവിൽ കൊണ്ടുവരുവാൻ സാധിക്കും. ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധരായ ദക്ഷത ശ്രീ ചൈതന്യ മഹാപ്രഭുവും അവിടുത്തെ അനന്തരഗാമികളും കാഴ്ചവെച്ച അതേ മാർഗങ്ങൾ അവലംബിച്ച് ഒരുവനെ കലഹയുഗമായ ഈ കലിയുഗത്തിലെ ഭൗതികവാദികളായ വ്യക്തികളെ സാധാരണ പൂർണമായ ജീവിതത്തിലേക്കും പിന്നെ അതീന്ദ്രിയ സാക്ഷാത്കാരത്തിലേക്കും നയിക്കുവാൻ കഴിയും. ഭാവാർത്ഥം ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. വലിയ ഭാവാർത്ഥാണ്, രാമ വലിയ ഭാവാർത്ഥാണ്. എല്ലാവർക്കും ആ. വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കണം. ശ്രീമദ് ഭാഗവതത്തിന്റെ മഹിമയാണ് പറയുന്നത് അല്ലെ. ശ്രീമദ് ഭാഗവതം ഗ്രന്ഥരൂപത്തിലുള്ള ഭഗവാനാണ്. ഭഗവാനും ശ്രീമദ് ഭാഗവതമായിട്ട് യാതൊരു വ്യത്യാസവുമില്ല. അപ്പം ഇത് വളരെ അത് പറയാനായിട്ട് യോഗ്യനായിട്ടുള്ള ആളാണ് വ്യാസദേവനും. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പുത്രനായിട്ടുള്ള സുഖബ്രഹ്മർഷി. സുഖബ്രഹ്മർഷി ആരായിരുന്നു? വൃന്ദാദേവിയുടെ അടുക്കലുള്ള തത്തയാണല്ല ഈ ഭാഗവതം മുഴുവനും. ഗോലോക വൃന്ദാവനത്തിൽ കേട്ടിട്ടുണ്ട്, വൈകുണ്ഠത്തിൽ നിന്ന് കേട്ടിട്ടുണ്ട്. പിന്നെ എവിടെ നിന്നാണ് കൈലാസത്തിൽ നിന്ന് ശിവൻ പാർവതിക്ക് പറഞ്ഞു കൊടുക്കുന്ന ഭാഗവതം കേട്ടിട്ടുണ്ടല്ലേ. അതായത് കഴിഞ്ഞ ജന്മങ്ങളിലൊക്കെ ഭാഗവതം കേട്ട് മനസ്സിരുത്തിയ ആള് 16 വർഷക്കാലം അമ്മയുടെ വയറ്റിലിരുന്നിട്ടാണ് പുറത്തേക്ക് വന്നതല്ലേ.
ഈ ഭാഗവതജ്ഞാനം മുഴുവൻ ഗ്രഹിച്ചു. പക്ഷെ അവിടുന്ന് ഈ ഈ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ, ഭൗതിക ലോകത്തിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഭൗതിക ലോകം, എന്താണ് ആകപ്പാടെ ഈ മായയുടെ ലോകമായതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, പുറത്തു വരാൻ മടി കാണിച്ചു അല്ലെ. അപ്പൊ അങ്ങനെ അദ്ദേഹം ബ്രഹ്മവാദിയായി മാറി ആത്മസാക്ഷാത്കാരത്തിന്റെ പാതയിലൂടെ സർവ്വതും വെടിഞ്ഞ് ഒരു സന്യാസി ശ്രേഷ്ഠനെ പോലെ ജനിച്ച ഉടനെ തന്നെ സന്യാസത്തിന് വേണ്ടി വനത്തിലേക്ക് യാത്രയായി. വ്യാസദേവൻ പുറകിൽ നിന്ന് വിളിച്ചിട്ടൊന്നും പുത്ര എന്ന് തിരിഞ്ഞിരുന്നില്ല. അവസാനമാണ് ഈ വ്യാസദേവന്റെ 2 ശിഷ്യന്മാരവിടെ നിന്ന് ഭാഗവത്തിലെ ബർഹാപീഠം നടവര കർണയോ കർണികാരം എന്ന് പറയുന്ന ആ ശ്ലോകം പാടുന്നത് കേട്ട് അവിടെ നിന്ന് ഇത് എവിടുന്നാണ്, ആരാണിത് പറഞ്ഞു തന്നത് എന്ന് പറഞ്ഞ് അതിനെപ്പറ്റി അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ ഇത് പറഞ്ഞു തരുന്ന ആളാണ് വ്യാസദേവൻ എന്ന് പറഞ്ഞ് പുറകിൽ നിൽക്കുന്ന ആളെ നോക്കിക്കഴിഞ്ഞപ്പോൾ അത്രയും നേരം പുത്ര എന്ന് വിളിച്ച് കുറെ നടന്നിട്ടും തിരിഞ്ഞു നോക്കാത്ത ആള് തിരിഞ്ഞു നോക്കി അല്ലേ. അപ്പൊ അങ്ങനെ വ്യാസദേവന്റെ അടുക്കൽ നിന്ന് വീണ്ടും ഈ ഭാഗവതം മുഴുവൻ ഗ്രഹിച്ച വ്യക്തിയാണ് നമുക്ക് ഈ ഭാഗവതം ഉപദേശിച്ചു തന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ഭാഗവതം കേൾക്കുന്നവർക്കും അതുപോലെ തന്നെ അത് വീട്ടിലിരിക്കുന്നവർക്കും അത് പറഞ്ഞു കൊടുക്കുന്നവർക്കും അത് ശ്രവണം മാത്രം അവിടെ ഇരുന്ന് ഉറങ്ങുന്നവർക്ക് പോലും പുണ്യമാണ്. കാര്യം ഭാഗവതം അത്രയ്ക്ക് മഹിമയുള്ള ഒരു ഗ്രന്ഥമാണ് അല്ലെ. പരമപുരുഷനായ ഭഗവാൻ അനന്തനാണ്. ഭൗതിക ആനന്ദങ്ങളിൽ നിന്നും പൂർണ്ണമായി വിരമിച്ച അതിശ്രേഷ്ഠനും അതിവിദഗ്ധനുമായ വ്യക്തിവിശേഷത്തിനും മാത്രമേ ആത്മീയ മൂല്യങ്ങളുടെ ജ്ഞാനം ഗ്രഹിക്കാൻ അർഹതയുള്ളൂ. അപ്പം ഈ ആത്മീയ മൂല്യം ഗ്രഹിക്കാൻ അർഹതയുള്ള ആളെ എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുന്നത്? അത് അത്രയ്ക്ക് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലേ. നമ്മൾ ചിലരൊക്കെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ സംസാരിക്കുന്നതാണ് അവർ ഭയങ്കര വിവരമുള്ളവരാണെന്ന് വിചാരിക്കും. യഥാർത്ഥത്തിൽ അവരുടെ വിവരം പറയുന്ന ഒരു ടോപ്പിക്കിനെ പറ്റി മാത്രമായിരിക്കും അല്ലേ. അവർക്ക് ഒരുപാട് കാര്യങ്ങളിലൊന്നും അത്ര ജ്ഞാനം കാണില്ല. അവരാ പറയുന്ന ഒരു സബ്ജക്റ്റ് അവര് ഹൃദയസ്ഥമാക്കിയിട്ടായിരിക്കും പറയുന്നത്. നമ്മൾ വിചാരിക്കും അവർ വലിയ പണ്ഡിതരായി. മറ്റുള്ള എന്തെങ്കിലും കാര്യത്തെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അറിവ് ഉണ്ടായിരിക്കില്ല, തീരെ ഉണ്ടാകില്ല അല്ലേ. അപ്പോൾ ഇതുപോലെ വ്യാസദേവനെ പോലുള്ള ഒരാൾക്ക് മാത്രമേ ഉള്ളൂ, അത്ര യോഗ്യതയുള്ള ഒരാൾക്ക് മാത്രമേ ഉള്ളൂ ഈ ജ്ഞാനമൊക്കെ കേട്ടാൽ മനസ്സിലാകുകയുള്ളൂ. വ്യാസദേവന്റെ യോഗ്യത എന്താണ്? സാക്ഷാൽ ഭഗവാന്റെ തന്നെ അംശാവതാരമാണ്. പരാശര മുനിയുടെ പുത്രനാണ്. പിന്നെ അടുത്ത യോഗ്യത എന്താണ്? അടുത്ത യോഗ്യത നാരദമുനിയുടെ ശിഷ്യനാണ് അല്ലെ. ഭഗവാന്റെ പരമഭക്തനായ നാരദമുനിയുടെ ശിഷ്യനാണ്. അപ്പൊ ഇത്രയും യോഗ്യതയുള്ള ആ ഒരു വേദവ്യാസ മുനിക്ക് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആരെങ്കിലും ഉപദേശിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് കേട്ടാൽ മനസ്സിലാകും. അതുകൊണ്ട് ആകയാൽ ഭൗതിക അഭിനിവേശം നിമിത്തം അത്രത്തോളം ദൃഢമായി അവസ്ഥിതമല്ലാത്തവർക്ക് ഭഗവാന്റെ അതീന്ദ്രിയ കർമ്മങ്ങളുടെ വിശദമായ വർണ്ണങ്ങളിലൂടെ അങ്ങയുടെ നന്മയാൽ ആത്മസാക്ഷാത്കാര മാർഗങ്ങൾ ദൃശ്യമാക്കണം. അപ്പോൾ ഇങ്ങനെ യോഗ്യതയുള്ള ഒരാള് ഇവിടെ ഉള്ളപ്പോൾ ഈ ഭഗവാന്റെ അതീന്ദ്രിയ മഹിമ, ഭഗവാന്റെ കർമ്മങ്ങൾ, ജന്മകർമ്മജമേ ദേവി എന്ന് പറഞ്ഞിട്ട് ഭഗവത്ഗീത 4:9 ശ്ലോകം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഭഗവാന്റെ ജന്മത്തെപ്പറ്റിയും കർമ്മത്തെപ്പറ്റിയും ഭഗവാൻ ജനിച്ച ലീലകൾ, ഭഗവാൻ ചെയ്ത പ്രവൃത്തികൾ, ഭഗവാൻ നമുക്ക് പറഞ്ഞു തന്ന കാര്യങ്ങൾ ഭഗവത്ഗീതയിലൂടെ, ഭഗവാന്റെ ഭക്തന്മാര്, ഭഗവാന്റെ അസംഖ്യം ഭഗവാനെ പറ്റിയുള്ള ഗ്രന്ഥങ്ങളെ ഇവയെ പറ്റിയൊക്കെ കേൾക്കുകയോ പറയുകയോ മനസ്സിരുത്തി വായിക്കുകയോ ഒക്കെ ചെയ്തവർക്ക് തിരിച്ച് തെത്താജേഹം പുനർജന്മം. അപ്പൊ അത് പുനർജന്മം എന്ന് പറയുന്ന ഈ ദേഹം ഉപേക്ഷിച്ചു പുനർജന്മം എന്ന് പറഞ്ഞ സംഭവം അങ്ങനെയുള്ള ഉണ്ടാവില്ല എന്ന് ഉറപ്പ് പറയാണ് അല്ലെ. 4:9 അപ്പൊ അങ്ങനെയാണ് അതീന്ദ്രിയ. അപ്പൊ അങ്ങയുടെ നന്മയാൽ ആത്മസാക്ഷാത്കാരം അറിഞ്ഞി, അതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങയ്ക്ക് ഇതിന്റെ എല്ലാ യോഗ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങ് തന്നെയാണ് ഈ പറയുന്ന ഭഗവാന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ ഏറ്റവും ഉചിതനായ വ്യക്തി. അതുപോലെ നമ്മൾക്ക് ഈ ഭൗതികതയിൽ കിടന്ന ഉഴലുന്ന
ഈ സാമാന്യ ജനങ്ങൾക്ക് ആത്മസാക്ഷാത്കാരത്തിന്റെ മാർഗങ്ങൾ അങ്ങ് ഉപദേശിച്ചു കൊടുത്താലും എന്ന് വ്യാസദേവനോട് നാരദമുനി ഇവിടെ ആവശ്യപ്പെടുകയാണ്. ഹരേ കൃഷ്ണ. എന്തെങ്കിലും സംശയം ഉണ്ട് ചോദിക്കാം, അല്ലെങ്കിൽ ഓരോ പോയിന്റ് പറയാം. ആരുമില്ലേ? എല്ലാരും ഉറങ്ങിയോ? ഞാനിങ്ങനെ ശബ്ദമില്ലാതെ ക്ലാസ് എടുത്തോണ്ട് ഉറങ്ങിക്കാണുന്നു. ഉറങ്ങിയില്ല പ്രഭു, ഉറങ്ങിയില്ല. ഉറങ്ങിയില്ല, സന്തോഷം. കാര്യം ശബ്ദമില്ലാത്ത കാരണം ഉറങ്ങാനായിട്ട് തോന്നും. ഉറക്കം വരുന്നുണ്ട് നമ്മള് പ്രഭു. നമ്മുടെ മതാചാരപ്രകാരം വർണ്ണവും ആശ്രമവും ഒക്കെ അത് നല്ലതാണെങ്കിൽ പോലും അത് നമുക്ക് കിട്ടുന്നത് പുരുഷാർത്ഥമാണ് അവസാനം കിട്ടുന്നത്. പക്ഷെ അതിലുപരിയായിട്ടുള്ള ഭഗവാന്റെ സേവനങ്ങൾ, അതിലുപരിയായിട്ടുള്ള ഭഗവാനെ നമ്മൾ സേവിച്ച് ഭഗവത് പാദങ്ങളിൽ ചേരാൻ ശ്രമിക്കണം. ഭഗവാന്റെ ആ മോക്ഷം എന്ന് പറയുന്ന നമ്മള് ഭക്തന്മാരാരും ആഗ്രഹിക്കത്തില്ല അല്ലേ? ആ ഒരു അതെ, പാതയിൽ കൂടെ നമ്മൾ മാക്സിമം പോയി ഭഗവാന്റെ കഴിഞ്ഞാൽ മോക്ഷം. ധാമത്തിലെത്തി ഭഗവാൻ സേവ നിത്യസേവകരായിട്ട് ജീവിക്കുവാൻ നമ്മൾ നിത്യസേവകരായിട്ട് ആഗ്രഹിക്കണം. ജീവിക്കാനായിട്ടാണ് നമ്മളെല്ലാവരും. ഒരു ഭക്തരും മോക്ഷം ഫ്രീ ആയിട്ട് ഇങ്ങോട്ട് തരാൻ പറഞ്ഞാൽ ഒരു ഭക്തർക്കും വേണ്ട മോക്ഷം. മോക്ഷം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്? അതൊരു ബാധ്യതയാണല്ലേ, ഒരു പോസ്റ്റാണല്ലേ മോക്ഷം കിട്ടിക്കഴിഞ്ഞ്. അതുകൊണ്ട് അതിനാഗ്രഹിക്കുന്നില്ല. എത്ര ജന്മം എടുത്തു, ഏതൊക്കെ പാതാളത്തിൽ വേണമെങ്കിലും കൊണ്ടിട്ടോ, പക്ഷെ എവിടെ പോയാലും ഞാൻ അവിടുത്തെ നിത്യസേവകനായിരിക്കണം. നമ്മളുടെ യഥാർത്ഥ സ്വരൂപം അത് മറന്നിട്ട് എനിക്കൊരു കളിയില്ല. മോക്ഷം കിട്ടി എവിടെയെങ്കിലും കുടുങ്ങിക്കിടക്കാനോ. പ്രഭു യഥാർത്ഥ സ്വരൂപം എന്ന് പറയുന്നത് അവിടെ പക്ഷിയോ പാമ്പോ മൂട്ടയോ പിന്നെ എന്തും ആകാമെന്നല്ലേ പറയുന്നത്. കാരണം എന്ത് ശുഖബ്രഹ്മർഷി തത്തയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം നമ്മളൊക്കെ അല്ലാതെ മനുഷ്യനായിരിക്കത്തില്ലല്ലോ അവിടെ. മനുഷ്യജന്മം നമ്മുടെ മനുഷ്യനെ നിർബന്ധമൊന്നുമില്ല. പോലുള്ള നിർബന്ധം അത് നമ്മളുടെ ഏതെങ്കിലുമൊക്കെ ഒരു ഗുണം. ജീവിയായിരിക്കും. മാതാജി, അത് ഭഗവത് നമ്മളുടെ ഗുണം, ധാമത്തിലാണെന്നുള്ളതേ ഉള്ളൂ. നമ്മളുടെ ഗുണത്തിനനുസരിച്ചിട്ടായിരിക്കും. നമുക്കിപ്പോ അറിയാമല്ലോ, മാതാജിക്ക് ഒരു പ്രത്യേക ഒരു ഗുണമുണ്ട്, വാസനയുണ്ട് ജന്മനാ തന്നെ, ഇല്ല പാരമ്പര്യമായിട്ടോ എങ്ങനെയോ കിട്ടിയത് അല്ലേ? എനിക്കൊരു ഇതുണ്ട്. എന്താ മാതാജിയുടെ മകനൊരു ഗുണമുണ്ട് അല്ലേ? അത് മാതാജിയുടെ ഗുണമായിരിക്കണം എന്നില്ല അല്ലേ? ചിലപ്പോ ഇല്ല. അദ്ദേഹത്തിന്റെ പൂർവ്വജന്മങ്ങളിൽ നിന്ന് കിട്ടിയതായിരിക്കും. അപ്പൊ അതിങ്ങനെ പോരുന്ന എന്താണ്? ഒറിജിനലി എവിടുന്നാ പോകുന്നത്? ആ ഒരു ഗുണം, അതെ. ആ ഒരു ഗുണത്തിൽ തന്നെ അപ്പൊ ആയിരിക്കും തിരിച്ചു അവിടെ. വന്നാലും ആ സംഭവമേ കിട്ടത്തുള്ളായിരിക്കും, ഇല്ലയോ? ആ ഒരു ഗുണത്തിൽ തന്നെയുള്ള ഒരു സേവ കിട്ടും അവിടെ ചെല്ലുമ്പോ. ചിലപ്പോ ചിലർക്ക് പാചകം ചെയ്യാൻ കഴിവുള്ളവരാണെങ്കിൽ അവിടെ നല്ല റോളാ കിട്ടുന്നല്ലേ? രാധാറാണി ഏത് സമയം ചപ്പൻ ഭോഗം ഉണ്ടാക്കിയല്ലേ ഭഗവാൻ കൊടുക്കുന്നല്ലേ? അപ്പൊ അതെ, ചപ്പൻ അതെ. ഭോഗം ഉണ്ടാക്കാനായിട്ടുള്ള സേവ കിട്ടുകയാണല്ലേ? പാത്രം കഴുകാനുള്ള സേവ കിട്ടുകയാണെന്ന് എന്തായിട്ടില്ലേ? ഭഗവാന് നല്ല ഉഴുന്നുവടയും പരിപ്പുവടയും സുഖിയനും ഒക്കെ ഉണ്ടാക്കി കൊടുക്കണം. അതെ അതെ. ലഡു, ജിലേബി ഒക്കെ ഒരു ദിവസം ഉണ്ടാക്കി കൊടുക്കുക. ഒരു ദിവസം ഉണ്ടാക്കിയത് പിന്നെ ഉണ്ടാക്കത്തില്ല മഹാരാജ്. രാധാറാണി അങ്ങനെയാണ്. അതും മഹാപ്രസാദം പാടില്ല. ഉണ്ടാക്കുന്നത്. എന്ത് ചെയ്യും ഭഗവാനെ ഒരു കൃഷ്ണ. ദിവസം ഉണ്ടാക്കിയത് പിന്നെ ഒരിക്കലും ഉണ്ടാക്കത്തില്ല. അതെ, ഇവിടെ മാതാജി ആണെങ്കിൽ റൊട്ടേഷൻ അത് ആയിരുന്നു. അവർക്കേ കഴിയൂ, നമുക്കൊന്നും കഴിയത്തില്ല. ഇവിടെ മാതാജിയാണ് ഒരു ദിവസം ഇഡലി, പിറ്റേ ദിവസം ദോശ, നമുക്ക് അതിന്റെ കഴിയത്തില്ലത്. പിറ്റേ ദിവസം പുട്ട്, അതിന്റെ പിറ്റേ ദിവസം അപ്പം, അതിന്റെ പിറ്റേ ദിവസം ഇടിയപ്പം, അതിന്റെ പിറ്റേ ദിവസം ഗോതമ്പ് ദോശ. ഇങ്ങനെ അത് കഴിഞ്ഞാൽ ആ സർക്കിള് അത്രേ ഉള്ളൂ. വീണ്ടും തുടരുക ആഴ്ചയില്. വേറെ എത്ര വിഭവങ്ങൾ ഈ ഫേസ്ബുക്കിലും ഇതിലൊക്കെ വരുന്നുണ്ട്. അതിലേതെങ്കിലും ഉണ്ടാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ മനസ്സിൽ ഇത് ഫീഡ് ചെയ്ത് വെച്ചിരിക്കുക. അതിലപ്പുറത്തേക്ക് പോകാൻ അവർക്ക് പറ്റില്ല. ഇത്രയേ ഉള്ളൂ. ഇതാകുമ്പോ കാണാതെ മിനിറ്റുകൾക്കുള്ളിൽ പരിപാടി തീർക്കാം. അല്ലെങ്കിൽ അതിനുവേണ്ടി മെനക്കെടണ്ടേ? അതിന് വേണ്ടിയിട്ട് ആർക്കും സമയമില്ല. ഇതാണ്. ഓക്കെ, ഇനി വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പോയിന്റ് ഉണ്ടോ? പ്രഭുവിന് എന്താ പനിയായിരുന്നു അതോ എന്താ പറ്റി? പനിയല്ലായിരുന്നു മാതാജി. എനിക്ക് ക്ലാസ് ആണോ? അതുകൊണ്ടാണോ? ഇവിടെ മാതാജി മോനൊക്കെ തൊണ്ടവേദനയല്ലേ? മാതാജി തൊണ്ട. മോനൊക്കെ മാതാജി മോനൊക്കെ നാട്ടിൽ പോയി ശനിയാഴ്ച ഏകാദശിയുടെ അന്ന്. എന്തോ? മാതാജി മോനൊക്കെ നാട്ടിൽ പോയി ഏകാദശിയുടെ അന്ന്. അപ്പൊ അന്ന് അവര് പോയി കഴിഞ്ഞപ്പോ ഇവിടെ സാധനങ്ങളെല്ലാം വലിച്ചു വാരിയിട്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ അതെല്ലാം ക്ലീൻ ചെയ്യാനായിട്ട് പൊടി അടിച്ചു. പൊടി അലർജി. ഇവിടെ മുഴുവൻ പൊടി അടിച്ചു വാരി ഈ സാധനങ്ങളൊക്കെ ഒതുക്കി പകുതി വെച്ചേ ഉള്ളൂ. അപ്പൊ തന്നെ എനിക്ക് തുമ്മലായി. അങ്ങനെ തുമ്മലായി, ജലദോഷമായി,
അത് കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് തലയ്ക്ക് ഭയങ്കര വേദനയായി. ഞാന് ഞായറാഴ്ച ആശുപത്രിയിൽ വന്നു. തിങ്കളാഴ്ച. ഞായറാഴ്ച ഒരു തരത്തിലാണ് ഓഫീസിൽ ജോലി. ഇത് ഇങ്ങനെ വെള്ളം അടിച്ച് നടക്കുന്ന ആൾക്കാർ നടക്കുന്ന പോലെയാണ് നടക്കുന്നത്. അത് കഴിഞ്ഞ് തിങ്കളാഴ്ച ആശുപത്രിയിലേക്ക് പോയി ഓഫീസിൽ നിന്ന് ചോദിച്ചിട്ട് അവിടെ നിന്ന് BP ഹൈ ആണ്. അങ്ങനെ BP ഹൈ ആയി കഴിഞ്ഞപ്പോൾ അതിന്റെ BP മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അയ്യോ. ഇന്ന് ഉച്ചയാകാറപ്പോ എന്റെ ശബ്ദവും പോയി. അതാ സംഭവിച്ചത്. ഇപ്പൊ വ്യത്യാസം ഉണ്ടോ? അത് കൂടുതലാണോ? ക്ലാസ് സത്തത്തിനെ അഫക്ട് ചെയ്ത്. അപ്പൊ എടുക്കണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാലേ പ്രഭു, ശരിക്കും പറഞ്ഞാലേ ആ വോക്കൽ കോഡോ എവിടോ എഫക്ട് ചെയ്തിട്ടുണ്ട്. അതാ അതെ. ക്ലാസ് ഞാൻ അനൗൺസ് അതിന് ചെയ്തതിന് ഇൻഫെക്ഷൻ വന്നു. ശേഷമാണ് വോക്കൽ കോഡിന് ഇതുണ്ടായത്. എന്നാലും രാവിലെ വോക്കൽ കോഡിന് ഇൻഫെക്ഷൻ വന്നു. അസുഖത്തിനല്ലേ നമ്മൾ എന്തല്ല അത് റെസ്റ്റ് എടുത്തിരുന്നേ അതങ്ങ് കുറയുമല്ലോ പ്രഭു. അത് ആ റെസ്പിറേറ്ററി സിസ്റ്റം മൊത്തം പോയതാ. മൊത്തം അല്ല, പൊടി കയറി. അലർജി, ഇൻഫെക്ഷൻ ഇൻഹലേഷൻ എടുക്കണം പ്രഭു. ഇൻഹലേഷൻ എടുത്താൽ തൊണ്ടയ്ക്ക് കുറെ സമാധാനാവും. ആരെ കണ്ടെങ്കിലും തൂപ്പിക്കാൻ വയ്യായിരുന്നു. ആരെ വിളിക്കാനാ? വിളിച്ചു കഴിഞ്ഞാൽ അപ്പോഴും വരത്തില്ലല്ലോ. അവർക്ക് തോന്നുമ്പല്ലേ വരുള്ളൂ. അയ്യോ, അല്ല ഇങ്ങനെ പ്രശ്നമുള്ളപ്പോ പിന്നെ അത് ചെയ്യരുത്. അപ്പൊ റിലീവ് ചെയ്യാവോ? ക്ലാസ് കഴിഞ്ഞു. ഇനി ആർക്കും പോയിന്റ്സ് ഇല്ലെങ്കിൽ നമുക്ക് നിർത്താം. പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവ കീ ജയ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കൃഷ്ണ. പ്രഭു പ്രണാം പ്രഭു.